നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സോന. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ബുധനാഴ്ച തിരിതെളിയും. മറ്റത്തൂർ പഞ്ചായത്തിലെ BJP കോൺഗ്രസ് അവിശുദ്ധ സഖ്യത്തിനെതിരെ LDF കൊടകര പഞ്ചായത്ത് കമ്മിറ്റി പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. കൊടകര മറ്റത്തൂർ കടശപുരം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നടത്തുറപ്പ് മഹോത്സവം ജനുവരി 14 ബുധനാഴ്ച സമാപിക്കും. കൃഷിഭവൻ പരിധിയിലെ കുളത്തൂർ പാടശേഖരത്ത് 20 ഹെക്ടറോളം വരുന്ന നെൽകൃഷി വെള്ളം കിട്ടാതെ ഉണക്കം നേരിടുന്നു. കൊടകര പ്രസ് ക്ലബിന്റെ വാർഷിക പൊതുയോഗം നടത്തി. വാർത്തകൾ വിശദമായി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ബുധനാഴ്ച തിരിതെളിയും. ജനുവരി 14 മുതൽ 18 വരെ 25 വേദികളിലായി 250 ഇനങ്ങളിൽ 15,000-ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. കൗമാര കലാമേളയുടെ ഉദ്ഘാടനം 14 രാവിലെ 10 മണിക്ക് തേക്കിൻകാട് മൈതാനിയിലെ എക്സിബിഷൻ ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. രാവിലെ 9 മണിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ് പതാക ഉയർത്തുന്നതോടെ കലോത്സവത്തിന് ഔദ്യോഗിക തുടക്കമാകും. തൃശൂരിന്റെ പൂരപ്രൗഢി വിളിച്ചോതുന്ന രീതിയിൽ പാണ്ഡ്യമേളവും 64ാം കലോത്സവത്തെ സൂചിപ്പിച്ചുകൊണ്ട് 64 കുട്ടികൾ അണിനിരക്കുന്ന വർണ്ണാഭമായ കുടമാറ്റവും നടക്കും. പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കലോത്സവം സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ റവന്യൂ മന്ത്രി K രാജൻ സ്വാഗതം ആശംസിക്കും. ഉത്തരവാദിത്വ കലോത്സവം സംബന്ധിച്ച വിശദീകരണം പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ K വാസുകി നൽകും. ഉദ്ഘാടന വേദിയിൽ 10,000-ഓളം കുട്ടികളെയാണ് പ്രതീക്ഷിക്കുന്നത്. ഉത്തരവാദിത്വ കലോത്സവം എന്നതാണ് ഇത്തവണത്തെ കലോത്സവത്തിന്റെ ആപ്തവാക്യം. കലോത്സവത്തിന്റെ സ്വാഗതഗാനം BK ഹരിനാരായണനാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. കലാമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ സ്വാഗതഗാനത്തിന്റെ അവതരണം ഉണ്ടാകും. കലോത്സവത്തിന്റെ തീം സോങ് പാലക്കാട് പൊറ്റശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഒരുക്കിയിട്ടുള്ളത്. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചുകൊണ്ടായിരിക്കും കലോത്സവം അരങ്ങേറുക. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു, ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി, വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ, ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ, നിയമ വ്യവസായ കയർ വികസന വകുപ്പ് മന്ത്രി P രാജീവ്, പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്, സാംസ്കാരിക മത്സ്യബന്ധന യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, ക്ഷീരവികസന വകുപ്പ് മന്ത്രി J ചിഞ്ചുറാണി എന്നിവർ മുഖ്യാതിഥികളാകും. MLA മാർ, മേയർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, സിറ്റി പോലീസ് കമ്മീഷണർ, സാംസ്കാരിക പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. മറ്റത്തൂർ പഞ്ചായത്തിലെ BJP കോൺഗ്രസ് അവിശുദ്ധ സഖ്യത്തിനെതിരെ LDF കൊടകര പഞ്ചായത്ത് കമ്മിറ്റി പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം കൊടകര ടൗൺ ചുറ്റി മേൽപ്പാലം കവലയിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന പൊതുയോഗം ഡോക്ടർ P സരിൻ ഉദ്ഘാടനം ചെയ്തു. KC ജെയിംസ് അധ്യക്ഷനായി. CPIM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KJ ഡിക്സൺ, MR രഞ്ജിത്ത്, PR പ്രസാദൻ, CM ബബീഷ്, KD അപ്പച്ചൻ, അൻവർ സാദിഖ്, സ്വപ്ന സത്യൻ എന്നിവർ സംസാരിച്ചു. വീണ്ടും 3 പേരെ വെച്ച് വോട്ടെടുപ്പ് നടത്തും. അതിൽ മൂന്നാമതെത്തുന്ന ആളെ എന്നേക്കുമായി ഒഴിവാക്കും. പിന്നെ 2 പേര് മാത്രം അവസാനിക്കുന്ന ആ തെരഞ്ഞെടുപ്പിൽ ആ 24-ൽ ആർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുമെന്നുള്ളതാണ് അതിന്റെ കണക്ക്. സ്വാഭാവികമായും അവിടെ BJPക്ക് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ വേണമെങ്കിൽ നിർത്താം. 4 പേരുണ്ടല്ലോ. ഒരാൾ സ്ഥാനാർത്ഥിയാവാൻ, ഒരാൾ നിർദ്ദേശിക്കാൻ, മറ്റേയാൾ പിന്താങ്ങാൻ. ഒരു തടസ്സമില്ല. കൊടകര മറ്റത്തൂർ കടശപുരം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നടത്തുറപ്പ് മഹോത്സവം
ജനുവരി 14 ബുധനാഴ്ച സമാപിക്കും. തിങ്കളാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ബുധനാഴ്ച വൈകിട്ട് പെരുമ്പളം ശരത്തിന്റെയും രവിപുരം വിഷ്ണുവിന്റെയും ഇരട്ടത്തായമ്പക അരങ്ങേറും. രാത്രി 9 മണിക്ക് പ്രത്യേക തന്ത്രി പൂജകൾക്ക് ശേഷം പാർവതി ദേവിയുടെ തിരുനട അടയ്ക്കും. പറപ്പൂക്കര കൃഷിഭവൻ പരിധിയിലെ കൊളത്തൂർ പാടശേഖരത്ത് 20 ഹെക്ടറോളം വരുന്ന നെൽകൃഷി വെള്ളം കിട്ടാതെ ഉണക്കം നേരിടുന്നു. ഇറിഗേഷൻ അധികൃതർ കുഴിക്കാണിത്തോട്ടിലൂടെ വെള്ളം തുറന്നുവിടാത്തതാണ് കർഷകരെ ദുരിതത്തിലാക്കുന്നത്. പറപ്പൂക്കര പഞ്ചായത്തിലെ കൊളത്തൂരിൽ ദേശീയപാതയ്ക്ക് ഇരുവശത്തുമായി വ്യാപിച്ചു കിടക്കുന്ന കൊളത്തൂർ പാടശേഖരത്തിലേക്ക് കൃഷിക്കാവശ്യമായ വെള്ളം എത്തുന്നത് കുഴിക്കാണിത്തോട്ടിലെ കോണിക്കച്ചിറയിൽ നിന്നാണ്. വേനൽക്കാലമായാൽ ചിറയിലെ ജലനിരപ്പ് താഴുന്നത് പതിവാണ്. ചാലക്കുടി ജലസേചന പദ്ധതിക്കു കീഴിലെ വലതുകര കനാലിൽ നിന്ന് കുഴിക്കാണിത്തോട്ടിലേക്ക് വെള്ളം തുറന്നുവിട്ടാണ് കോണിക്കച്ചിറ അടക്കമുള്ള തടയണകളിൽ വേനൽക്കാലത്ത് ജലനിരപ്പ് ഉയർത്താറുള്ളത്. ചിറയിൽ നിന്ന് വെള്ളം കിട്ടുമെന്ന പ്രതീക്ഷയിൽ പതിവ് പോലെ കൊളത്തൂർ പാടശേഖരത്തിൽ ഇത്തവണയും കർഷകർ മുണ്ടകൻ വിള ഇറക്കി. എന്നാൽ തോട്ടിലൂടെ വെള്ളം എത്താത്തതിനാൽ കോണിക്കച്ചിറ വറ്റിവരളുകയും ജലസേചനത്തിന് വഴിയില്ലാതെ കർഷകർ വിഷമിക്കുകയുമാണ്. കഴിഞ്ഞ ദിവസം തോട്ടിലേക്ക് വെള്ളം തുറന്നുവിട്ടതായി അധികൃതർ പറയുന്നുണ്ടെങ്കിലും കോണിക്കച്ചിറ വരെ വെള്ളം എത്തിയില്ലെന്ന് പറപ്പൂക്കര പഞ്ചായത്ത് മെമ്പറും കൊളത്തൂർ കർഷക സമിതി സെക്രട്ടറിയുമായ കെ സുധാകരൻ പറഞ്ഞു. നെൽച്ചെടികൾ കതിരിടാൻ തുടങ്ങിയ സമയത്ത് ജലസേചനം പ്രതിസന്ധിയിലായത് കൃഷിനാശത്തിന് കാരണമാകുമെന്ന ആശങ്കയാണ് കർഷകർക്കുള്ളത്. ചാലക്കുടി പുഴയിലെ പെരിങ്ങൽകുത്ത് ഷോളയാർ ഡാമുകളിൽ നിന്നുള്ള വെള്ളം വൈദ്യുതോൽപാദനത്തിന് ഉപയോഗിക്കുന്നതിൽ വന്നിട്ടുള്ള നിയന്ത്രണമാണ് ജലസേചന കനാലുകളിലൂടെ വേണ്ടത്ര വെള്ളം എത്താതിരിക്കുന്നതിനുള്ള കാരണമായി പറയുന്നത്. അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് പ്രതിസന്ധി പരിഹരിക്കണമെന്ന് പറപ്പൂക്കര പഞ്ചായത്തിലെ ജനപ്രതിനിധികളും കൊളത്തൂർ കർഷക സമിതി ഭാരവാഹികളും ഇറിഗേഷൻ അധികൃതരെ നേരിൽ കണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കകം തോട്ടിലൂടെ വെള്ളം തുറന്നുവിട്ട് കോണിക്കച്ചിറയിൽ ആവശ്യത്തിനുള്ള ജലലഭ്യത ഉറപ്പുവരുത്തിയില്ലെങ്കിൽ നെൽകൃഷി കരിഞ്ഞുപോകുന്നതിനും മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നതിനും ഇടയാക്കുമെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഈ ഇറിഗേഷൻ്റെ വെള്ളം ലഭിക്കാത്തത് മൂലം ഇവിടെ കൊളത്തൂർ പാടശേഖരത്തിൽ ഏകദേശം ഒരു 20 ഹെക്ടറോളം കൃഷിഭൂമിയും തൊട്ടടുത്ത നെല്ലായി തൂപ്പങ്കാവ് പ്രദേശങ്ങളിലുള്ള കൃഷി ഏകദേശം ഒരു 20 ഹെക്ടറോളം അവിടെയും കൃഷിഭൂമിയും വരൾച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശങ്ങളിലെല്ലാം കതിര് വരുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കർഷകർ. 2-3 വളപ്രയോഗം എല്ലാം കഴിഞ്ഞ് ഇനി അവസാന ഘട്ടത്തിൽ കതിര് വരുന്ന സമയത്ത് വെള്ളമില്ലാതെ വരുമ്പോൾ കർഷകർക്ക് ഭീമമായ സാമ്പത്തിക നഷ്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. കൊടകര പ്രസ് ക്ലബിന്റെ വാർഷിക പൊതുയോഗം നടത്തി. പ്രസ് ക്ലബിൽ നടത്തിയ പൊതുയോഗത്തിന് പ്രസ് ക്ലബ് പ്രസിഡന്റ് കെ പ്രസാദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ടി.ജി. അജോ, ട്രഷറർ ടിനോ കൈനാടത്ത് എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി ടി.ജി. അജോ പ്രസിഡന്റ്, പി.കെ. നൌഷാദ് സെക്രട്ടറി, ടിനോ കൈനാടത്ത് ട്രഷറർ എന്നിവർ ചുമതലയേറ്റു. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ വിവേകാനന്ദ ജയന്തി ആഘോഷവും വിവേകാനന്ദ ആർട്സ് അക്കാദമിയുടെ ഉദ്ഘാടനവും നടന്നു. പുഷ്പാർച്ചന, പ്രതിജ്ഞ, സേവാനിധി സമർപ്പണം, പ്രശ്നോത്തരി എന്നിവ സംഘടിപ്പിച്ചു. പ്രശസ്ത ക്ഷേത്രവാദ്യ കലാകാരനായ പെരുവനം ശങ്കരനാരായണൻ മാരാർ ഉദ്ഘാടനം ചെയ്തു. രക്ഷിതാക്കളടക്കം 25ഓളം വിദ്യാർത്ഥികളാണ് ആദ്യ ബാച്ചിൽ തന്നെ ചെണ്ടവാദ്യ പരിശീലനത്തിന് ദക്ഷിണ വെച്ച് ഹരിശ്രീ കുറിച്ചത്. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ കെ രമാദേവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്കൂൾ മാനേജർ സഞ്ജയ് കെ നായർ, സീന, അമിത പ്രതാപ്, അനുശ്രീ അയ്യപ്പൻ എന്നിവർ സംസാരിച്ചു. ചെറിയ കുട്ടികൾ ഈ പ്രായത്തിൽ തന്നെ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവര് ചെണ്ടത്തോളത്തിട്ട് കൊട്ടാറാകുമ്പോഴേക്കും നല്ല പോലെ അവർക്ക് ആ ചെണ്ടയിലെ പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും, ഉറപ്പാണ്. പക്ഷേ നമുക്ക് ഒരു നിശ്ചയം ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ എന്താണോ പഠിക്കുന്നത് അതിന് ഏറ്റവും അനുയോജ്യമായ കരങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുമക്കളുടെ ഭാഗ്യമാണ്. പല കാരണം കൊണ്ട് നീണ്ടുപോയിട്ട് കൃത്യമായിട്ട് വിവേകാനന്ദ ജയന്തി ദിനത്തിൽ മഷ്ക്ക് വരാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്കെല്ലാം വളരെ പരിചിതനാണ്. എൻ്റെ മകന്റെ ഗുരുവാണ്.
കൊടകര വല്ലപ്പാടി പൂതിക്കുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം തുടരുന്നു. 2ാം ദിവസമായ ചൊവ്വാഴ്ച കപിലാവതാരം, ദക്ഷയാഗം, ഋഷഭാവതാരം, ഭദ്രകാളി ആവിർഭാവം എന്നിവ പാരായണം ചെയ്തു. കൊളത്തൂർ പുരുഷോത്തമനാണ് യജ്ഞാചാര്യൻ. ജനുവരി 18-ന് യജ്ഞം സമാപിക്കും. എല്ലാ കാര്യങ്ങളിലും നല്ല ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ നല്ലോണം വേണം എന്നാണ്. ഇനി ദമേന ഇന്ദ്രിയ നിഗ്രഹം ഇന്നത്തെ സ്വർണ്ണവില. ഗ്രാമിന് 13,065 രൂപയും പവന് 1,04,540 രൂപയും. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ബുധനാഴ്ച തിരിതെളിയും. മറ്റത്തൂർ പഞ്ചായത്തിലെ BJP കോൺഗ്രസ് അവിശുദ്ധ സഖ്യത്തിനെതിരെ LDF കൊടകര പഞ്ചായത്ത് കമ്മിറ്റി പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. കൊടകര മറ്റത്തൂർ കടശപുരം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നടത്തുറപ്പ് മഹോത്സവം ജനുവരി 14 ബുധനാഴ്ച സമാപിക്കും. കൃഷിഭവൻ പരിധിയിലെ കൊളത്തൂർ പാടശേഖരത്ത് 20 ഹെക്ടറോളം വരുന്ന നെൽകൃഷി വെള്ളം കിട്ടാതെ ഉണക്കം നേരിടുന്നു. കൊടകര പ്രസ് ക്ലബിന്റെ വാർഷിക പൊതുയോഗം നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.